എല്ലാ പേപ്പറിലും കാണുന്ന എന്താണ് ഇല്ലുസ്ട്രേറ്റ് സബ് ഫീൽഡ് ഓഫ് ഗാഡ്വ ഫീൽഡ് 2⁴. ഇതുവരെ ഇതല്ലാണ്ട് വേറെ ഒന്നും കണ്ടിട്ടില്ല. സപ്പോസ് 2 അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതണം, അതായത് 3⁴ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ 2ന് പകരം 3 എഴുതി വെച്ചാൽ മതി. അതന്നെ ചോദിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 24 എഴുതാൻ മറക്കരുത്. അതിനാണ് 3 മാർക്ക് പൊതുവെ കണ്ടുവരുന്നത് കീ ഒക്കെ വരുമ്പോൾ. അപ്പോൾ 24ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാനൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എഴുതണ്ട, പക്ഷേ ഫാക്ടേഴ്സ് ഓഫ് 24 എന്തായാലും എഴുതണം. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതിയല്ലോ. ആ ഫോർമുല വേണമെങ്കിൽ പറഞ്ഞുതരാം. 24നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് 2³ × 3 കിട്ടില്ലേ. ഞാൻ അതിൻ്റെ പവേഴ്സ് 1 കൂട്ടുക ഇൻറ്റു ചെയ്യുക. അപ്പോൾ 2³ 1 കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ൻ്റെ 1 കൂട്ടിയാൽ 4 കിട്ടും. പിന്നെ ഇൻറ്റു 3 എന്നല്ല പറഞ്ഞത്, 3⁴ അപ്പോൾ 1ൻ്റെ ഒരു പവർ കൂട്ടി കഴിഞ്ഞാൽ എന്ത് വരും, 2 വരുന്നു. അപ്പോൾ 3 × 2 6 ആണ്. 6 നമ്പേഴ്സ് അതിന് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അത് ഏതൊക്കെയായിരിക്കും 24ന് വരണം? 1, 2, 3, പിന്നെ എന്ത് വരും, 6 വരും, 8 വരും, അത് കഴിഞ്ഞ് എന്ത് വരും, 12 വരും, 24 വരും. അപ്പോൾ ഈ 24ൻ്റെ ഫാക്ടേഴ്സിൽ ഏത് 2 ഫാക്ടേഴ്സാണ് ഏറ്റവും വലുത്? പകുതി 24ൻ്റെ പകുതിയാണ് ഏറ്റവും വലിയ ഫാക്ടർ. അപ്പോൾ 24ൻ്റെ പകുതി ആദ്യം എന്ത് എഴുതി, 12 എഴുതി, 12ൻ്റെ പകുതി 6 എഴുതി, 6ൻ്റെ പകുതി 3 എഴുതി, അങ്ങനെ വെച്ചു. പിന്നെ അതേപോലെ തന്നെ അടുത്ത ഏറ്റവും വലിയ നമ്പറാണ് 8. 8ൻ്റെ പകുതി 4, 4ൻ്റെ പകുതി 2, 2ൻ്റെ പകുതി 1. അങ്ങനെയാണ്. ഇത്ര എഴുതാനുള്ളൂ. 7 മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കണം. പിന്നെ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇത് ഫസ്റ്റിൽ ഞാൻ എല്ലാ കണ്ടീഷൻസും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അന്ന് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. ഷോ ദാറ്റ് സെറ്റ് ഓഫ് 2 × 2 മെട്രിക്സ് അണ്ടർ യൂഷ്വൽ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഫോം ചെയ്യുന്നു. അതായത് ആദ്യം എന്ത് വരണം, ക്ലോസറാന്ന് കാണിക്കണം, അസോസിയേറ്റീവാന്ന് കാണിക്കണം, പിന്നെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. മറ്റേ മെട്രിക്സിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് 0, 0, 0 മെട്രിക്സ് ആയിരിക്കും. അതേപോലെ തന്നെ പിന്നെ അതിന് ഇൻവേഴ്സ് ഉണ്ട്. ഇതെല്ലാം ആയ ഗ്രൂപ്പായി. പിന്നെ അബീലിയൻ ഗ്രൂപ്പായി. പിന്നെ എന്താണ്, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനിലോ റൈറ്റ് ഡിസ്ട്രിബ്യൂഷനിലോ അത്ര. അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അന്ന്. ഇതിപ്പോൾ എന്തായാലും ഇത്ര അധികം ഉള്ളത് എഴുതാൻ എളുപ്പമല്ലല്ലോ. ഇനിയിപ്പോൾ എളുപ്പമുള്ളത് വല്ലതും അതായത് റൈറ്റ് എക്സാമ്പിൾ ഓഫ് എ റിങ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? എളുപ്പമുള്ളൊരു എക്സാമ്പിൾ നമുക്ക് വേണമല്ലോ. അപ്പോൾ എളുപ്പമുള്ള എക്സാമ്പിൾ 1, 2 എണ്ണം ഉണ്ട്. അതിലൊന്നാണിത്. Z6 + ഡോട്ട് ഫോംസ് എ റിങ്. ഈ Z6 + ഡോട്ടിന് എന്ത് ചെയ്യണം? ആദ്യം Z6ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 0, 1, 2, 3, 4, 5. അതേപോലെ തന്നെ അടിക്ക് എഴുതി 0 + 0, 0 വന്നു. 0 + 1, 1, 2, 3, 4, 5. എന്താണ് റോ വൈസ് എഴുതി അതന്നെ കോളം വൈസ് എഴുതി. 1 + 1, 2, 1 + 2, 3, 1 + 3, 4, 1 + 5, 6 ആണ് വരിക. Z6ൽ 6 മീൻസ് 0 ആണ്. അപ്പോൾ അതേപോലെ കോളം എഴുതി. അത്രയേ ഉള്ളൂ നോക്കാനുള്ളൂ. അത് തീരെ ഒന്നും ചെയ്യാൻ തന്നെ ഇല്ല. അപ്പോൾ ഈ 6നേക്കാളും വലിയ നമ്പർ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? 6ഓ 6നേക്കാളും വലിയ നമ്പർ വരുമ്പോൾ അത് ÷ 6 ചെയ്തിട്ട് അതിന് എന്താണ് റിമൈൻഡർ വരുന്നത് അത് എഴുതുക. ഇതിപ്പോൾ അങ്ങനെ ഒന്നും നോക്കാറില്ലല്ലോ. കാരണം 5 കഴിഞ്ഞാൽ നെക്സ്റ്റ് 0 വരും, 1 വരും. ആ ഓർഡർ തന്നെ കീപ്പ് ചെയ്ത് പോയിരിക്കുക. ഫോർത്ത് റോ നോക്കൂ. 3, 4, 5 കഴിഞ്ഞ് 0, 1, 2. അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഇത് ക്ലോസ്ഡ് ആണെന്നാണ് പറയണത്. ക്ലോസ്ഡ് അല്ലേ? ക്ലോസ്ഡ് മീൻസ് നമ്മളിപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ എലമെൻറ്റ്സ് നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്? Z6ലെ എലമെൻറ്റ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആരാണ്? പ്ലസ്. ശരിക്കും പറഞ്ഞാൽ മാത്സിൽ +6 ഡോട്ട് 6 എന്നൊക്കെയാണ് എഴുതേണ്ടത്. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റിൽ +ഉം ഡോട്ടും മാത്രമേ കാണാവുള്ളൂ. അപ്പോൾ അതേപോലെ ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ ഇതിലെന്താണ്? 0 ആണ് അതിൻ്റെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്. പിന്നെ ഓരോന്നിൻ്റെ ഇൻവേഴ്സ് കേട്ടോ. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് എന്താ? 5 ആണ്. കാരണം അതെങ്ങനെ കിട്ടുക വെച്ചാൽ 1 ഇവിടുത്തെ 1 നോക്കുക. അപ്പോൾ ഇവിടുത്തെ 1 ചെയ്യുമ്പോൾ എന്ത് ചെയ്തപ്പോഴാണ് 0 വന്നത്? 1 + 5 ചെയ്തപ്പോഴാണ് 0 വന്നത്. അപ്പോൾ 1ൻ്റെ ഇൻവേഴ്സ് 5. 5ൻ്റെ ഇൻവേഴ്സ് 1 കണ്ടോ? 5 ഇവിടെ ഉണ്ട്. എന്ത് ചെയ്തപ്പോഴാണ് 0 വന്നത്? 1 ചെയ്തപ്പോൾ. പിന്നെ ഇവിടെ നോക്കൂ 4 എന്ത് ചെയ്താലാണ് 0 കിട്ടിയേക്കുന്നത്? 2 ചെയ്യുമ്പോൾ. 4, 4ൻ്റെ ഇൻവേഴ്സ് 2. 3യുടെ ഇൻവേഴ്സ് 3 തന്നെ.
അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്, ഇൻവേഴ്സ് എലമെൻ്റ് ഉണ്ട്, ക്ലോസ്ഡ് ആണ്, ഇവർ അസോസിയേറ്റീവ് ആണ്, അതിലൊന്നും ഒരു സംശയമില്ല, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുപോലെ തന്നെ എന്തായാലും ആ കണ്ടീഷൻ എഴുതി വെച്ചാൽ മതി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ഉണ്ട്, അതേപോലെ തന്നെ ഇത് അസോസിയേറ്റീവ് ആണെന്നുള്ളത്. ഈ 2022 പേപ്പറിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഗാൽവ ഫീൽഡ് 2h ഡിവൈഡഡ് ബൈ h ഡിവൈഡ് അല്ല കേട്ടോ, അത് കോഷ്യൻ ഫീൽഡാണ്. അപ്പോൾ x⁴+1 ചോദിച്ചു. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക ലെങ്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് നിങ്ങളൊന്ന് എഴുതി നോക്കുക. നമ്മൾ x³ + 1 പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ x⁴+1 എന്തായാലും ചോദിക്കുക ഒരു ചാൻസും കാണുന്നില്ല. ഇനി അഥവാ ചോദിച്ചാൽ തന്നെ എന്ത് ചെയ്താൽ, ഇത് കണ്ടോ നമ്മുടെ നോട്ടിൽ ഇത് കംപ്ലീറ്റ് അല്ല. അത് കംപ്ലീറ്റ് ആവാത്തതിന് കാരണം ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ ഇത് ചെയ്യാന്ന് വെച്ചാൽ 1 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ നമ്മുടെ 3 മണിക്കൂറിൻ്റെ പരീക്ഷയിൽ ഇതിന് വേണ്ടിയിട്ട് സമയം കളയാന്ന് പറയണത് എന്താണ് പോസിബിൾ അല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. പ്ലസിൻ്റെ ഒന്നും സീനില്ല, അതൊക്കെ പെട്ടെന്ന് എഴുതി തീർക്കാവുന്നത് തന്നെ ഉള്ളൂ. പക്ഷേ ഇൻറ്റുവിൻ്റെയാണ് ബുദ്ധിമുട്ട് വരിക. അതപ്പോൾ കുറച്ച് എഴുതിയിട്ട് നിർത്തുക. കുറച്ച് എഴുതിയ ആൾക്കാർക്ക് അന്ന് ഫുൾ മാർക്ക് കൊടുത്തിട്ടുണ്ട്. വീണ്ടും എടുത്ത് പറയുകയാണ് ഇപ്പോഴും ചോദിക്കാൻ തീരെ ചാൻസ് കാണുന്നില്ല. അപ്പോൾ എങ്ങാനും വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊന്ന് എഴുതി നോക്കണം. അതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രിമിറ്റീവ് എലമെൻറ്റ് ഗാൽവ ഫീൽഡിൽ എത്ര പ്രിമിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, 5(q−1) കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എടുത്ത് ചെയ്തത് ഗാൽവ ഫീൽഡ് 7 അപ്പോൾ അതിൽ എത്ര പ്രിമിറ്റീവ് എലമെൻറ്റ്സ് ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ 5/6 ചെയ്താൽ മതി. 5/6 എങ്ങനെ കാണാം, 6നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 5/2 × 3 കിട്ടും. അപ്പോൾ 5/2 × 5/3 ചെയ്യുമ്പോൾ 2 - 1 × 3 - 1 അതായത് 2 × 1. അപ്പം എന്ത് വരും, 2 എലമെൻറ്റ്സ് കിട്ടും. ആ 2 എലമെൻറ്റ്സ് ആരാന്നറിയും, 3ഉം 5ഉം ആണ്. അതായത് പ്രിമിറ്റീവ് എലമെൻറ്റിൻ്റെ ഡെഫിനിഷനിൽ വിട്ടു പോകാൻ പാടില്ലാത്തൊരു സെൻറ്റൻസ് ആണ് എന്ത്, ഈ പ്രിമിറ്റീവ് എലമെൻ്റ് ആണെങ്കിൽ അവരെല്ലാ ആൾക്കാരെയും എന്ത് പോയി ചെയ്യും, ജനറേറ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ 3, 5 പെട്ടെന്ന് കിട്ടാൻ കാരണം എന്താ വെച്ചാൽ ഒരു ആൾക്കാർ പ്രിമിറ്റീവ് ആണെങ്കിൽ അവർ റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. 6ന് റിലേറ്റീവായിട്ട് പ്രൈം ആയിട്ടുള്ള 2 എലമെൻറ്റ്സ് ഉള്ളൂ, ഒന്ന് അത് 3ഉം ഒന്ന് 5ഉം. 1നെ കൂട്ടരുത്. അപ്പോൾ 2, 6ഉം റിലേറ്റീവ് പ്രൈംസ് ആണോ, അല്ല. 2നും 6ഉം 4, 6 ഒന്നും റിലേറ്റീവ് പ്രൈംസ് അല്ല. പക്ഷേ ആര് റിലേറ്റീവ് പ്രൈമാണ്, 3ഉം 5ഉം റിലേറ്റീവ് പ്രൈംസ് ആണ്. അതായത് GCD 1 ആണ്. അപ്പോൾ അവർ പ്രിമിറ്റീവും കൂടിയാണ്. അതാണ് ഞാൻ കാണിച്ചേക്കുന്നത്. 5 = 5, 5² ചെയ്യുമ്പോൾ 25 ആണ്. mod 7 അപ്ലൈ ചെയ്യുമ്പോൾ അതെന്താണ്, 4 ആണ്. അപ്പോൾ കണ്ടോ, 5നെ കിട്ടി, 4നെ കിട്ടി, 6നെ കിട്ടി, 2നെ കിട്ടി, 3നെ കിട്ടി, 1നും കിട്ടി. എല്ലാത്തിലും mod 7 ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5ലാണെങ്കിലും 3ലാണെങ്കിലും നമുക്ക് എന്ത് വരും, എല്ലാ എലമെൻസിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റും. 3 കണ്ടോ, 3 = 3, 3² എന്താ 9, 9 mod 7. ഇങ്ങനെ മോഡ് കാണാൻ ഡിവൈഡ് ചെയ്യുക. 9 / 7 ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ത് വരും, 3² 9, 9 / 7 ചെയ്യുമ്പോൾ റിമൈൻഡർ 2 അല്ല വരിക. 3³ ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ 2 ആട്ടോ, നോട്ടിൽ തെറ്റ് വന്നിട്ടുണ്ട്, 2 ആണ്. അവിടെ 4 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 3² = 9 mod 7 2 ആണ്. പിന്നെ 12 mod 7 ചെയ്യുമ്പോൾ 6 ആണ്. 18 mod 7 ചെയ്യുമ്പോൾ 4 ആണ്. കണ്ടോ, അവിടെയല്ല, ഫസ്റ്റ് 3² ചെയ്യുമ്പോൾ 2 ആണ് വരേണ്ടത്. ഇത് കണ്ടോ, പാർട്ട് ബിയിൽ ചോദിച്ചേക്കുന്നത് എക്സ്പ്ലെയിൻ എ ഫീൽഡ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതേപോലെ വേറൊരു വട്ടം ചോദിച്ചത് ഡിഫൈൻ എ റിങ് ഷോ ദാറ്റ് C+. ഈസ് എ റിങ്. റിങ്ങിൻ്റെ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് അറിയാലോ, അത് ഡിഫൈൻ ചെയ്ത് വെക്കുക. പിന്നെയുള്ള ചോദ്യം എന്താ നോക്കൂ, എക്സ്പ്ലെയിൻ എ സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഇപ്പോൾ ഈ Q+. വരാം, R+. വരാം, പിന്നെന്ത് വരാം, റിങ് ആകുമ്പോൾ റിങ്ങിൻ്റെ കണ്ടീഷൻസ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് ഞാൻ ഫീൽഡിൻ്റെയാണ് ചെയ്യുന്നത്. ഫീൽഡിന് കുറച്ചും കൂടി കണ്ടീഷൻസ് കൂടും, റിങ്ങിന് അത്ര ഇല്ല. പക്ഷേ റിങ്ങിൽ ചെയ്യണതെല്ലാം ഫീൽഡിൽ വേണം. അപ്പോൾ എന്ത് വേണം, ഫീൽഡിലാകുമ്പോൾ റിങ്ങിൽ ചെയ്യണത് പ്ലസ് കുറച്ചുകൂടി കാര്യങ്ങൾ കയറി വരും. ഇപ്പോൾ ഇവിടെ Q+. ഫീൽഡാണ്, R+. ഫീൽഡാണ്, C+. ഫീൽഡാണ്.
ഇതിലിപ്പോൾ ഏത് ചോദിച്ചാലും എന്ത് ചെയ്താൽ മതി, ആ എലമെൻറ്റ്സ് എടുക്കണത് എന്ത് മാറ്റിയാൽ മതി. ആദ്യത്തെ എന്താണ്, അത് ബൈനറി ആവണം. അത് ബൈനറി മീൻസ് ക്ലോസർ ആവണം എന്നല്ലേ. അപ്പോൾ നമുക്കറിയാം 2 റേഷണൽ നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേഷണൽ നമ്പർ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് അത് ക്ലോസറാണ്. പിന്നെന്താണ്, അസോസിയേറ്റീവ് അല്ലേ. A+B+C എങ്ങനെയായിരിക്കും, A+B+C, അതൊക്കെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. പിന്നെ എന്തായാലും 0Q ഒരു റേഷണൽ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് A+0 Qയിലുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. പിന്നെ ഒരു A Qയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ -A എന്തായാലും റേഷണൽ നമ്പർ ആയിരിക്കും. ഒരു എലമെൻ്റ് റേഷണൽ നമ്പർ ആണെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറാഷണൽ ഒന്നും ആവാൻ പോണില്ല, അതും റേഷണൽ എലമെൻ്റ് തന്നെയാണ്. പിന്നെ A+B B+A ഒക്കെ എന്താണ് ഒരേപോലെ മീൻസ് A+B ചെയ്യണതും B+A ചെയ്യണതും സെയിം തന്നെയാണ്. പിന്നെന്താ, ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആയിരുന്നു ഫസ്റ്റത്തെ കണ്ടീഷൻ. 6th കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ 1 എന്ന എലമെൻ്റ് ഉണ്ട്, ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ട്. A.1 എന്ന് പറയുന്നത് A ആണ്, =1.A. അപ്പോൾ A ഒരു റേഷണൽ നമ്പർ ആണെങ്കിൽ 1/Aയും എന്താണ്, ഒരു റേഷണൽ നമ്പർ ഉണ്ടാവും. അപ്പോൾ A.1/A നമുക്ക് എന്ത് കിട്ടി, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കിട്ടി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് 1 ഉണ്ട്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്ന 1/A ഉണ്ട്. ഇനി അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവും മൾട്ടിപ്ലിക്കേഷനിൽ ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അവസാനം എന്ത് പറഞ്ഞു, ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യം കൂടി പറഞ്ഞത് അവസാനിപ്പിച്ചു. ഇത് എളുപ്പമാണ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആദ്യം സമ്മ്, ക്ലോസറാണ്, അസോസിയേറ്റീവ്, കമ്മ്യൂട്ടേറ്റീവ്, ഐഡൻറ്റിറ്റി, ഇൻവേഴ്സ്, ഇതെല്ലാം പ്ലസിൻ്റെ കേസിൽ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ക്ലോസറാണ്, പിന്നെന്താണ്, ഐഡൻറ്റിറ്റി പറഞ്ഞു, ഇൻവേഴ്സ് പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു, അസോസിയേറ്റീവ് പറഞ്ഞു, കമ്മ്യൂട്ടേറ്റീവ് പറഞ്ഞു, ഡിസ്ട്രിബ്യൂട്ടീവിൻ്റെ കാര്യം കൂടി പറഞ്ഞു. അത് അവസാനിപ്പിച്ചു. അത്രയേ ഉള്ളൂ. ഫീൽഡിൻ്റെ ഒക്കെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് 7 മാർക്ക് ഇങ്ങോട്ട് വരും. ഇനിയിപ്പോൾ Q+. ഫീൽഡാണെന്ന് പറഞ്ഞാൽ ഇതന്നെ. R+. ഫീൽഡാന്ന് പറഞ്ഞാൽ ഈ ABC എലമെൻ്റ് ഓഫ് Q എന്നൊക്കെ എഴുതില്ലേ, അതിനെ 6 ആക്കിയാൽ മതി. അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ Qൻ്റെ പൊസിഷനിലൊക്കെ 6 ആക്കി കഴിഞ്ഞാൽ അത് R+. ഫീൽഡായി. C ആക്കി കഴിഞ്ഞാൽ C+. ഫീൽഡായി. ഇനിയാണ് നമ്മുടെ ഒരു വട്ടം ചോദിച്ചത്, ഇതാരും ആൻസർ, അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരൊറ്റ കുട്ടി പോലും ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് അവർക്ക് കണ്ടിട്ടില്ല. ഇനി വരികയാണെങ്കിൽ നമുക്കറിയാം, കാരണം ആ ഒരു പേപ്പറിൽ വന്നതുകൊണ്ട് നമ്മളത് നോക്കൂലോ. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫീൽഡ് മസ്റ്റ് ബി ഐദർ 0 or a പ്രൈം നമ്പർ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, അതൊരു പ്രൈം നമ്പർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ പ്രൈം നമ്പർ അല്ല, ഇങ്ങനെ കോൺട്രാപോസിറ്റീവ് എന്നാണ് ഇതിന് മാത്സിൽ പറയുക. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രൂഫ് തുടങ്ങും. ഇങ്ങനെ പ്രൂഫ് ചെയ്ത് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും നിൽക്കും, തെറ്റാണെന്ന് നമുക്ക് തന്നെ ബോധ്യം വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തേക്കണത്, ആദ്യം അസ്യൂം ചെയ്യണം ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല, പകരം ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. കോമ്പോസിറ്റ് നമ്പർസ് എന്താണ്, അതിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റും, പ്രൈം നമ്പർ ആണെങ്കിൽ പ്രൈം നമ്പർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ 6 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ നമുക്ക് അതിന് 2 പ്രൈംസിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. ആ ഫാക്ടേഴ്സിനെ ഞാൻ M എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് എന്തറിയാം, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് K ആണല്ലോ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്കിൻ്റെ എന്താണ് ഫോർമുല എന്താ വെച്ചാൽ, K ഒരു നമ്പർ ക്യാരക്ടറിസ്റ്റിക് ആണെങ്കിൽ ഈ ഡോട്ട് എന്ത് നമ്പർ വന്നാലും 0 കിട്ടണം. അപ്പോൾ ഞാൻ 1 ആണ് ഇവിടെ എടുക്കണത്. അപ്പോൾ K × 1 എന്താണ്, 0 വരണം. അപ്പോൾ അതിന് നമുക്ക് Kന് പകരം എന്ത് എഴുതാം, ഇത് കോമ്പോസിറ്റ് ആണെന്നല്ല അസ്യൂം ചെയ്ത് വെച്ചേക്കണം. അതുകൊണ്ട് Mn × 1 = 0 എന്ന് എഴുതാം. അപ്പോൾ M × 1 × N × 1 = 0 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നില്ലെങ്കിൽ M അല്ലെങ്കിൽ N, ഇവരാരോ 0 ആണ്. അത് 0 അല്ല, പക്ഷെ അവർ ഈ M അല്ലെങ്കിൽ N 0 ഡിവൈസറാണ്. ഫീൽഡ് ആവുമ്പോൾ അതിന് 0 ഡിവൈസർ ഉണ്ടാവരുത് എന്നാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. പക്ഷേ ഇവിടെ എന്തുണ്ടായി, M × 1 N × 1 ഈ രണ്ടെണ്ണത്തിൽ ഏതോ ഒരാൾ 0 ഡിവൈസറാണെന്നാണ് ഇപ്പോൾ നമ്മൾ പറയണത്. അപ്പോൾ ഇത് ഫീൽഡ് ആവുമോ? നമ്മൾ എവിടുന്ന് തുടങ്ങിയേ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്
കോമ്പോസിറ്റ് നമ്പറാണ്, പ്രൈം നമ്പർ അല്ല കോമ്പോസിറ്റ് നമ്പറാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് തെറ്റിപ്പോയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫീൽഡ് എന്ന് പറയുന്നത് 0 അല്ലെങ്കിൽ പ്രൈം നമ്പറാണെന്ന്